നിങ്ങൾ എല്ലാവരും എന്റെ ബോസിന്റെ അടുത്തേക്ക് ഉടൻ തന്നെ വന്നേ പറ്റൂ. ഓക്കേ? ഇന്നാ പിടിച്ചോ. അപ്പൂപ്പ, ഞങ്ങൾ എല്ലാവരും ഈ ബബിളിൽ കുടുങ്ങിയിരിക്കുക. ഈ ബബിള് പൊട്ടിക്കാൻ പറ്റുന്നില്ല. മോനെ വീർ വിഷമിക്കണ്ട, അപ്പൂപ്പനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഡോക്ടർ പ്രേം സഹായ്, നിങ്ങളും വീറിന്റെ കൂടെ ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നേ പറ്റൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട വീറിനെ രക്ഷിക്കണ്ടേ? അപ്പൂപ്പ, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? മോനെ, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അത് വെച്ചാണ് ആ മാഡ് മാക്സി കളിയൊക്കെ കളിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് തകർക്കുന്നത് അപ്പൂപ്പ? അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീർ, ദേ അങ്ങോട്ട് നോക്ക്. അവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ കാണുന്നില്ലേ? ആ ടവറിൽ നിന്നും വ്യത്യസ്ത തരം വേവ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇതിന്റെ കണക്ഷനെ ഡിസ്റ്റർബ് ചെയ്യും, ഈ ബബിൾസിനെ പൊട്ടിക്കുകയും ചെയ്യും. അതിന്റെ അടുത്ത് വരെ ഒന്ന് എത്താൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മോനെ. എല്ലാരും ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാരും നിങ്ങളുടെ കാറും സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യ്. എന്നിട്ട് അവിടെ കാണുന്ന ടവറിന്റെ അടുത്തേക്ക് ചെല്ല്. നമ്മൾ എല്ലാവരും അവിടെ ഒന്നിച്ചു പോവുകയാണെങ്കിൽ അത് നല്ലതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് എത്തിയേ പറ്റൂ. ബോസ്, നമ്മുടെ പ്ലാൻ ഫെയിലിയർ ആയി പോയി. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? വീർ, ഞാൻ പറയുന്ന കേക്ക്. ഈ ബബിൾസ് വളരെ ശക്തിയുള്ള വെയിൽ കൊണ്ടാലും പൊട്ടുന്നതാണ്. ഓക്കെ അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഹീറ്റ് റേസ് ഓൺ. വീർ, അത് ഒരുപാട് കൂട്ടരുത് മോനെ. വീർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരുപാട് ഹീറ്റ് കൂട്ടരുത്. നീ കണ്ടോളൂ, ഇന്നോടെ വീറിന്റെ കഥ അവസാനിക്കുവാൻ പോവുകയാണ്. എടാ ഭീമ, അവന്റെ കാര്യം തീർത്തക്കടാ. അവന്മാരെ പിടിക്കണം. കിഡ്നാപ്പേഴ്സ് ആണവർ. റോബോബോയ് സ്യൂട്ട് ഓൺ. ചേട്ടാ, വീറിന് പകരം മിസ്റ്റർ ചഡ്ഡയാണല്ലോ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കണക്കെല്ലാം തെറ്റിപ്പോയല്ലോ. അയ്യോ, എമിലി, നിങ്ങൾ എവിടെയാ? അറിയില്ല. ഈ സ്ഥലം കാണാൻ ഏതാണ്ട് പഴയ ബിൽഡിംഗ് പോലെയുണ്ട്. എടി കൊച്ചേ, നീ അവിടെ നിന്ന് എന്താടി സംസാരിക്കുന്നത്? എമിലി, നീ നിന്റെ ഫോൺ ഓണിൽ വെക്ക്. ഞാൻ അത് ട്രാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് എത്തിക്കോളാം. വാടി ഇങ്ങോട്ട്. എന്നെ വിട്ടേക്ക്. റോബോബോയ് വന്നാ തന്നെ ഒരു വഴിയാക്ക്. ഇപ്പഴേ പറഞ്ഞേക്കാം. ആരാ റോബോ ബോയോ? അവൻ ഞങ്ങളെ ഒരു പരുവാക്കുന്നു. എന്നാ ഇങ്ങോട്ട് വരാൻ പറയണേ. ആരടാ നീയാ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോ ബോയ്. ചഡ്ഡാങ്കിളിനെയും ഇമിലെയും അങ്ങ് വിട്ടേക്ക്, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഭീമ, സോമ, ഷാജി എടുത്തിട്ട് അവനെ പന്താടടാ, അടിച്ചു കൊല്ലവനെ. ഇല്ല ഇല്ല, വീറിന് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. അവന്റെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ? നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വീറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ നമ്മുടെ ശത്രുവാടാ. ഇതെന്താടാ ഇത്? നമ്മളിൽ ഒരുത്തൻ കാലുവാരിയ ലക്ഷണം ഉണ്ടല്ലോടാ. എടാ ഷാജി,
അവനിട്ടും ചേർത്ത് നാലെണ്ണം കൊടുക്കടാ. ഇല്ലില്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇവനെ അടിക്കില്ല. വീറിന് പകരം ഞാൻ അടിമേടിച്ചോളാം, ഞാൻ അടിമേടിച്ചോളാം. അവനെയും ചേർത്തടിക്ക്, തല്ലിക്കൊല്ലടാവുമാരെ. എന്താടാ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവനെ അടിക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞങ്ങൾ അടിമേടിച്ചോളാം. ഇതെല്ലാം നിന്റെ മാജിക് ആണല്ലേ? എന്നെ തല്ലാൻ വന്നവൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വീടിനകത്ത് എന്തിനാ നീ തവളകളെ കൊണ്ടുവന്നത്? വീർ, ഞാൻ കൊണ്ടുവന്നോ? ഞാനൊരു തവളയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പോകരുത്, തെറ്റ് ചെയ്തിട്ട് കള്ളത്തരം വരെ പറയുന്നു. ഇതെല്ലാം നീ ചെയ്ത തമാശയാണ്. നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ പൊയ്ക്കോ. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇവിടെ ചെയ്യണ്ട, പറഞ്ഞത് മനസ്സിലായല്ലോ? എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ആദ്യം ഇതൊക്കെ മാറ്റ്, തവളകളെ പുറത്താക്ക്. ഓ, നീ വലിയ ഓണറാണല്ലേ? നിനക്കെന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാലേ? അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇമിലിയെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചേക്കാം. ഹായ് ഇമിലി. സൈക്കിൾ ഓടിക്കുന്നതിനേക്കാളും പറക്കുന്നതിലാണ് രസം. ബൈ ബൈ. ശടാ, ഇമിലി. ഇന്നാ പിടിച്ചോ. ചിണ്ടു, ഉടനെ ഇങ്ങോട്ട് വാ. നിനക്ക് എന്തായി ചിണ്ടു ഇപ്പൊ പറ്റിയത്? ഇമിലി സ്ലിപ്പായി താഴെ വീണിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ചിണ്ടു നിനക്ക്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ നിന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വന്നത് മുതൽ നീ ഒരുപാട് മാറിപ്പോയി. നിനക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ, പൊയ്ക്കോ. ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. ബായ് എമിലി, ബായ് ചുൽബുൽ. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടോ, സത്യത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ചിണ്ടു എന്നെ വിട്ടു പോകുവാണെന്ന് വിചാരിക്കുവാണെങ്കിൽ തന്നെ അവൻ ഇങ്ങനെ ഒരിക്കലും കരയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേറെ ആരോ ആണ് കാരണം. ആരായിരിക്കും അത്? ചിണ്ടു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ പിന്നെ ഓക്കെ ഓക്കെ, ഒരുപാട് ഇങ്ങനെ ഇമോഷണൽ ആകേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ നീ ചെന്ന് നിന്റെ ജിൻ വേൾഡ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചിണ്ടുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത് എമിലി. ഞാൻ ചെന്നൊന്ന് നോക്കിട്ട് വരട്ടെ. ചേട്ടാ, ഞാനിവിടെ എന്തെടുക്കാ? Roboboy suit on. Roboboy suit on. റോബോക്രാഫ്റ്റ്, അവന്റെ കഥ അവസാനിപ്പിച്ചേക്ക്.
ഈ തീയൊന്ന് അണയ്ക്ക. വീറിനെ പിടിച്ചു വെച്ചു, അവനെ വിടരുത്. Crystal suit on. Crystal suit on.